ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് സന്തോഷമുണ്ട്. അനുപേട്ടൻ നായനാവുന്ന സിനിമ, ഷീല ചേച്ചിയുടെ പോലുള്ള സിനിമ. രാം ചേട്ടൻ ഞങ്ങൾ ആക്ച്വലി അയൽക്കാരാണ്. ഞങ്ങൾ അടുത്തടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവരവിടെ കാണുന്നില്ല. എനിക്കൊന്ന് ആ വീട് വിറ്റെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്കിപ്പോൾ കാണാൻ പറ്റാറില്ല. പിന്നെ മനോജ് വളരെ അടുത്ത സുഹൃത്താണ്. മനോജിന് നല്ല സെൻസ് ഓഫ് ഹ്യൂമറുള്ള ഒരാളാണ്. മനോജിൻ്റെ സിനിമ ഏറ്റവും രസകരമായ സിനിമ തന്നെയായിരിക്കും. ഞാൻ കണ്ടു, വിഷ്വൽസ് ഒക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. മഹാദേവൻ തമ്പിക്കും അതിൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഇവിടുത്തെ ഏറ്റവും മലയാള സിനിമയുടെ ഹോട്ട് കേക്ക് ധ്യാൻ ശ്രീനിവാസൻ, അദ്ദേഹവും ഈ സിനിമയുടെ ഒരു വൈറ്റൽ റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഏറ്റവും സക്സസ്ഫുൾ സിനിമയായി, ഒത്തിരി നല്ല സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മനോജിൻ്റെയും കരിയറിൽ ഏറ്റവും നല്ല സിനിമകൾ നന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല. ഞങ്ങളുടെയൊക്കെ ഒരു വലിയ നല്ല സുഹൃത്ത് ബന്ധത്തിലുള്ള ഒരു ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഞങ്ങൾ മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. വലിപ്പം ചെറുപ്പമൊന്നും എനിക്ക് എൻ്റെ ഉദ്ദേശത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സിനിമയിലില്ല. ഈ സിനിമ തീർച്ചയായിട്ടും നല്ലൊരു സക്സസ്സിലേക്ക് വരട്ടെ. അനുപമേനാണെങ്കിലും ഞാനാണെങ്കിലും ഇവരൊക്കെ പടങ്ങൾ ഓടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഡെഫിനറ്റായിട്ട് ഇതൊരു നല്ല റണ്ണിലേക്ക് വരും, നല്ലൊരു സക്സസ്സിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. സിനിമകളുടെ വലിപ്പ ചെറുപ്പം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്, ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, എബ്രാം ചേട്ടനും ഷീലു എബ്രാവും നീലും ഒക്കെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. ഇന്ന് എബ്രാം ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അവരത് ഒരു കരിദിനമായിട്ടാണത്, പുള്ളി മാത്രമല്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് 13-ാം തീയതി പൊതുവെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിലെ റൂമൊക്കെ ആണെങ്കിലും കുറച്ച് നോക്കിയത് എടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് പൊതുവെ ഡിമാൻഡ് കുറവാണ്. പുള്ളിക്ക് മാത്രമേ അതുകൊണ്ട് ഡിമാൻഡുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് അതൊരു വളരെ നല്ല കാര്യം. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ഡേറ്റ് എന്ത് 12-ാം തീയതി വെക്കണോ 13-ാം തീയതി വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് അറിയാവുന്നതാണ്. അപ്പം ധ്യാനിന്റെ ഒരു ഡേറ്റ് ഉണ്ട്. ധ്യാനിന് ഒരു തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കുകയാണെങ്കിൽ പെർ ഡേ 5 ലക്ഷം രൂപ കിട്ടുന്ന ഒരു കാര്യമുള്ളത് കൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് സഹകരിച്ചു കൊടുത്താണ്. അപ്പൊ അതുകൊണ്ടിട്ട് വീണ്ടും 13-ാം തീയതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പം എബ്രാം ചേട്ടന് 12-ാം തീയതി തന്നെ വെക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പം എബ്രാം ചേട്ടന് അത്യാവശ്യമായിട്ട് ബോംബെക്ക് പോകേണ്ട വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ ഒരു വലിയ ബിസിനസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതല്ല, അപ്പോൾ അവിടെ നിന്ന് മകള് വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ പുതിയതായിട്ട് കയറിയ താമസത്തിന് വേണ്ടിയിട്ട് കയറിയ ഫ്ലാറ്റിൽ ഒരു എലി കയറിയിട്ടുണ്ട്. അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പുള്ളി ഈ എലിപ്പെട്ടിയായിട്ട് വിട്ട് അവിടെ പോയിട്ട് എലിനെ പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് ഈ ഓഡിയോ റിലീസ് മാറ്റി വെച്ചേക്കുന്നത്. അത് ശരിയല്ല, 13 ആദ്യം വെച്ച്, പിന്നെ 12 ആക്കി, വീണ്ടും 13 ആക്കി. അപ്പോൾ എനിവേ ഇതൊരു ചെറിയൊരു നർമ്മത്തിന്റെ ഒരു ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. എനിവേ വളരെയധികം സന്തോഷം. അനുപേട്ടൻ നായനാകുന്ന ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത്. ഈ സിനിമ 1 പ്രാവശ്യം ഞാൻ കണ്ടതാണ്. അതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. ധ്യാൻ്റെ കൂടെ ഒപ്പിരുന്ന് കാണാനായിട്ടും അല്ലെങ്കിൽ കൂടി ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ട്. അപ്പൊ എബ്രാം ചേട്ടന് വളരെ നിർബന്ധമായിരുന്നു. കാരണം ഈ ഇന്റർവ്യൂവിലെല്ലാം വരുമ്പം ധ്യാൻ സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. സാധാരണ എൻ്റെ ഒന്നും ഒരു സിനിമകളും ധ്യാൻ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ധ്യാൻ കണ്ടിട്ടാണ് ഇതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം. താങ്ക് യു.